വിജിമോളെ, എനിക്ക് സന്തോഷായി. നിന്നെ ഇത്രയും വേഗം ഇവിടെ വെച്ച് കാണാൻ പറ്റും നമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദൈവം എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നിരിക്കുക. എന്റെ പേരക്കുട്ടി നില, മോളെ നില. മതി, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഇഷ്ടാവുന്നില്ലേ? അയ്യോ, ദയവ് ചെയ്ത് ഇവിടുന്ന് പോയേക്ക്. സെന്റിമെന്റ്സ് പറഞ്ഞെന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിക്കണ്ട. ചേച്ചി, എത്ര വർഷമായി ചേച്ചിയെ കണ്ടിട്ട്? സുഖാണ് ചേച്ചി? പ്ലീസ് ചേച്ചി, ദേഷ്യപ്പെടല്ലേ. അമ്മയെ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാ. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? ശിവ, നിന്നോട് എനിക്ക് ശകല സ്നേഹമുണ്ട്. ആ ഉള്ള സ്നേഹം കൊണ്ട് നശിപ്പിക്കരുത്. ഇവരെ വിളിച്ചോണ്ട് പുറത്തു പോവാൻ നോക്ക്. ഇവിടെ വന്ന് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലൊന്നും എനിക്ക് വേണ്ട. ആദ്യം ഇവിടുന്ന് പോയേ. ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞതൊക്കെ മറക്ക ചേച്ചി. മോളവിടെ പോയി? അവളെ കാണാൻ തോന്നുക. ശിവ, ഞാൻ ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരിക്കാം. പ്ലീസ്, അതിന്റെ ഇടയിൽ കയറി വന്ന് പഴയ ബന്ധങ്ങളെ പുതുക്കാൻ ശ്രമിക്കണ്ട. അത് നല്ലതിനുമല്ല. ദയവ് ചെയ്ത് ഇവിടുന്ന് പോ. വിജി പറയുന്നത് മനസ്സിലാക്ക്. അമ്മ ആദ്യം മനസ്സിലാക്ക്. പോവാൻ പറഞ്ഞതിൽ പിന്നെ നിൽക്കുന്ന എന്തിനാ? എന്തിനാ ആട്ടി ഓടിക്കുന്ന പോലെ സംസാരിക്കുന്നത്? ആരാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കേണപേക്ഷിക്കാം. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയിത്താ. എനിക്ക് ജോലിക്ക് പോണം. സമയം വൈകുന്നുണ്ട്. അമ്മേ, ചേച്ചി പ്ലീസ് ചേച്ചി. എനിക്കാരും വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. എനിക്ക് എന്റെ മോളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചാ മതി. അത് നശിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട. അങ്ങനെയൊന്നും പറയല്ല എന്റെ വിജി. നിന്റെ മോൾക്ക് സ്കൂൾ ഫീസ് കെട്ടാനുള്ള പൈസ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് എടാ, ആ പൈസ ഇങ്ങോട്ടെടുത്തേ. ഇതമ്മേ. വിജി, ഇന്ന് മോളെ, ഇതമ്മ ചിട്ടി പിടിച്ച പൈസയാ. ഇത് കൊണ്ടുപോയി നിലാമോളുടെ സ്കൂൾ ഫീസ് അടക്കേ. ഞാൻ നിങ്ങളോട് ചോദിച്ചോ? എന്റെ മോൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോ? നിങ്ങളോട് ഞാൻ ചോദിച്ചോന്ന്? അല്ല മോളെ, എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ജോലി കിട്ടിയ അതേ കടയില് നിങ്ങളുടെ മരുമോളും ജോലി ചെയ്യുന്നുണ്ട്. ജീവിതാവസാനം വരെ കാണരുതെന്ന് വിചാരിച്ച ആളെയാ ദൈവം എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടു നിർത്തിയിട്ടുള്ളത്. ഒരുപാട് ടെൻഷനിലാണ് ഞാനിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ സഹായം കൂടെ സ്വീകരിക്കണോ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഇത് കുഞ്ഞിന്റെ പഠിപ്പിന്റെ കാര്യമല്ലേ, അത് നീ മറക്കരുത്. ആരോടെങ്കിലും കടം ചോദിക്കുന്നിടത്ത് നിന്റെ അമ്മ തരുന്നതല്ലേ. വാങ്ങിക്ക് മോളെ, വാങ്ങിക്ക്. വാങ്ങിക്ക്. നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ? വലിയ അംബാനിയുടെ മരുമോളാന്ന വിചാരം. വാരിക്കോരി അങ്ങ് കൊടുക്കാൻ. സ്വന്തം ബന്ധം ഉപേക്ഷിച്ചു പോയ ഒരുത്തിയുടെ മകൾക്ക് സ്കൂൾ ഫീസ് കെട്ടാൻ വേണ്ടി സഹായനിധിയായിട്ട് വന്നിരിക്കുകയാണോ? സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞങ്ങൾ രണ്ടുപേരും ഫോളോ ചെയ്ത് വന്നത്. ഞാൻ വിചാരിച്ചതും ഇദ്ദേഹം ഗണിച്ചതും ഒന്ന് തന്നെയാ. വിജിമോളെ, പണം മേടിക്കും മോളെ. നിന്റെ അമ്മ നാട് നീളി നടന്ന് സാരി വിറ്റ് കെട്ടിടം പണിക്ക് കല്ലും കെട്ടേം ചുമന്ന് കഷ്ടപ്പെട്ട ഈ പണം കൊണ്ടുവന്നിരിക്കുന്നത്. പണം നീട്ടുന്ന കണ്ടില്ലേ? വാങ്ങിക്കും മോളെ. വാങ്ങിച്ചിട്ട് നിനക്ക് ഏതോ ഒരുത്തനിലുണ്ടായ കൊച്ചിന്റെ സ്കൂൾ ഫീസ് അടയ്ക്ക്. എടുത്തി വിട്ടുകളാ. ചേച്ചിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ. ശിവ, നീ നിന്റെ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാ? ചേച്ചിയെ കണ്ടപ്പോ സ്നേഹം കവിഞ്ഞൊഴുകിയോ? അത്രയ്ക്കങ്ങ് സ്നേഹമാണെങ്കിൽ നീയും അങ്ങ് ചേച്ചിയുടെ കൂടെ നിന്നോ. എന്തിനാ എന്റെ കാശുകൊണ്ട് ആ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നേ? ഇന്ന് വരെ ഒരു ജോലി പോലും അന്വേഷിച്ചു പോവാതെ എന്റെ ചെലവിലാ നീ ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നെ. എന്റെ ഒപ്പ് തിന്നിട്ട് എന്നെ തന്നെ ദ്രോഹിക്കുക. നല്ല സ്വഭാവ. നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ചേർന്നതാ അത്. ഇവിടെ നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ഏറ്റില്ലെന്ന് ഞാനും ചേട്ടനും തീരുമാനിച്ചിരിക്കുക. പിന്നെ എന്തിനാ ഇവരുടെ അടുത്ത് വന്ന് സഹതാപം കാണിക്കുന്നേ?
ടീ, നിനക്ക് നാണോ മാനോ അന്തസ്സോ അഭിമാനോ ഒന്നുമില്ലേ? എന്ത് ധൈര്യത്തിലാണ് നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളിവിടെ മര്യാദക്ക് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഞങ്ങളെ എല്ലാവരും വേണ്ടാത്തോണ്ടല്ലേ നീ ഇട്ടെറിഞ്ഞിട്ട് പോയത്? പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്തിനാ വന്നതെന്ന്? ഹലോ, മതി. എന്തിനാ അവരിട്ട് ഇങ്ങനെ വരട്ടുന്നത്? ഹലോ, അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഫാമിലി വിഷയത്തിൽ ഇടപെടുന്നത്? ഇത് ഞങ്ങളുടെ ഫാമിലി കാര്യമാ. നിങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണെങ്കിൽ വീട്ടിനകത്ത് പോയിരുന്ന് സംസാരിക്കേ. ഹലോ പ്രിയ, നീ ഒന്ന് സമാധാനിക്ക്. അല്ല വിജയ്, നിന്നെ കുറെ ഞാൻ സംസാരിച്ചോളാം പ്രിയ.